ഹലോ ഗൈസ്, ഇന്നൊരു ജേർണലിംഗ് ആയാലും പതിവില്ലാതെന്താ ജേർണലിംഗ് ഒക്കെ വിചാരിക്കുന്നുണ്ടാവില്ല. കുറേ നാളായില്ലേ ഒരു ജേർണലിംഗ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ വിചാരിച്ചു ഇന്നൊരു ജേർണലിംഗ് തന്നെ ചെയ്തേ പറ്റൂ എന്നിട്ട് ഞാൻ അടങ്ങൂ എന്നുള്ളൊരു വാശിയായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് തന്നൊരു ജേർണൽ സപ്ലൈ ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് കീറുമല്ല ഗൈസ്, ഇങ്ങനെ മടക്കിയതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് അറിയില്ല എനിക്ക് അപ്പം അതിൻ്റെ ഉള്ളിൽ കത്തിച്ചിട്ടുണ്ട്. ഇത് കെട്ടില്ല, പക്ഷെ അത് കെട്ടും. അടിപൊളി. തീർന്ന കടാത്തെ ഈ കത്തിയോണ്ട് നിൽക്കപ്പോ കെട്ട് അതെ കെട്ട്. ഇനി ഇതവിടെ ചൂടാറാൻ വയ്ക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ബാക്കി പണികളൊക്കെ നോക്കിയാൽ ഇത്ര ഒരു സൈഡ് മാത്രമായല്ലോ. ശരിയില്ല, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമ്മളിനി അടുത്ത പരിപാടി എന്തായിരിക്കും? അതെ, നമ്മൾ ബുക്ക് തുറക്കുക എന്നുള്ള ഒരു വലിയ പണിയാണ്. ആ ബുക്ക് ഇങ്ങനെ പിടിക്കണം, അതിൻ്റെ പാസ്വേഡ് അടിക്കണം, അത് തുറക്കണം. എന്താ പണിയല്ലേ. മെസ്സേജാണ് ചെയ്യാൻ അത്ര പണിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി തുടങ്ങാൻ പോകുന്നത് എന്താ? ജേർണലിംഗ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബുക്കിനൊക്കെ കുറച്ച് ഭംഗിയും ഇതൊക്കെ ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ നമ്മൾ ഒരു പേപ്പർ എടുക്കണം. ഇത് മുമ്പേ ഞാൻ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വെറുതെ ഇങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഞാനിതാ ആദ്യം തന്നെ ഫെവിക്കും എടുത്ത് ഒട്ടിച്ചങ്ങോട്ട് സൃഷ്ടിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് ഒട്ടിച്ചിട്ട് നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് പരിപാടിയാണ്. എൻ്റെ ഈ ചാനൽ കടൽ ക്ലൗഡ് അങ്ങനത്തെ വേറെ ക്രാഫ്റ്റ് ചാനൽസ് കാണാത്തവരാണെങ്കിൽ കാര്യം മനസ്സിലാവില്ല. എൻ്റെ ചാനൽ മാത്രം കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും. അതായത് പൊക്കിപ്പഞ്ഞത് എന്നെ തന്നെ പൊക്കിപ്പഞ്ഞതല്ല കേട്ടോ. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ സൈഡിൽ ബോർഡർ ആക്കി വെച്ചതാണ്. അപ്പോൾ നമ്മൾ ആ ബോർഡേഴ്സിൽ നല്ല ഒരു വൃത്തിയും ഭംഗിയൊക്കെ വേണ്ടേ. സാധാരണ നമ്മൾ ബോർഡേഴ്സ് ചെയ്യുമ്പോൾ ഒന്നും അവിടെ ചെയ്യത്തില്ല. സാധാരണ ഇങ്ങനെ ചെടി പൂക്കളൊക്കെ വരച്ചിട്ടാണല്ലോ ഞാൻ സാധാരണ ബോർഡർ ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം ഞാൻ ഒന്ന് മാറ്റി പിടിച്ചതാണ്. ബോർഡേഴ്സ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതിനുശേഷം ഞാൻ 2 സൈഡിലാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിത് ആക്കിയത് കാണിച്ചു തന്നിട്ടുണ്ട്, അത് നോക്കിയിട്ട് കോപ്പി അടിച്ചോളും. പിന്നെ ഞാൻ ഇങ്ങനെ തേച്ചരച്ച് എന്തായിരുന്നു ഫെവിഗൺ തേച്ചരച്ച്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കുറച്ച് അലങ്കോലമായോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.